രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെയും പരമാധികാരത്തെയും മതനിരപേക്ഷതയെയും വെല്ലുവിളിക്കുന്ന ചില രൗദ്രഭാവങ്ങളെ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി കാണാനാവുന്നുണ്ടെന്ന് പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. അവയെ അതിജീവിക്കാൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ സമർപ്പണ ബോധത്തോടെ ദേശാഭിമാനികളായ ജനങ്ങൾ രംഗത്തിറങ്ങണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ റിപ്പബ്ലിക് ദിന പരേഡ് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർകൾ പരേഡ് പരിശോധിക്കുന്നു. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ വിനീത് ടി എ നയിക്കുന്ന KAP 4ാം ബറ്റാലിയൻ പ്ലാറ്റൂൺ വിശിഷ്ടാതിഥിയെ റിസർവ് സബ് ഇൻസ്പെക്ടർ ഡിസ്ട്രിക്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ണൂർ സിറ്റി നയിക്കുന്ന കണ്ണൂർ സിറ്റി ഡിസ്ട്രിക്ട് പോലീസ് പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ നയിക്കുന്ന കണ്ണൂർ റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ശ്രീ ഷൈജു പി നയിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കണ്ണൂർ പ്ലാറ്റൂൺ നായിക് പി ചൗധരി നയിക്കുന്ന DSC കണ്ണൂർ ബാൻഡ് ട്രൂപ്പ് വിശിഷ്ടാതിഥിയെ അഭിവാദ്യം. ദേവാംഗര കെ നയിക്കുന്ന സെന്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ബാൻഡ് ട്രൂപ്പ് Junior girls Anish. രണ്ടാം സ്വാതന്ത്ര്യ സമരം ആവശ്യമായി വന്നാൽ ദേശാഭിമാനികളായ ജനങ്ങൾ ദേശീയബോധം ഉൾക്കൊണ്ടുകൊണ്ട് രംഗത്തിറങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. അത്തരം സാഹചര്യം ഒഴിവാക്കാൻ ആവശ്യമായ ജാഗ്രത നമുക്കെല്ലാം ഉണ്ടായിരിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. സൂര്യസ്തമിക്കാത്ത സാമ്പത്തിക ശക്തിയുടെ പ്രതീകമായ ബ്രിട്ടീഷ് സിംഹാസനത്തിലെ നടത്തിയുള്ള ഐതിഹാസികമായ ആ സമരത്തിലൂടെയാണ് ഈ മഹാരാജ്യത്തിന് അനർഘമായ അമൂല്യമായ സ്വാതന്ത്ര്യം കരസ്ഥമാക്കാൻ കഴിയും. ആ സ്വാതന്ത്ര്യം കരസ്ഥമാക്കിയ രാജ്യത്തിന് ഒരു ഭരണഘടന ആവശ്യമുണ്ട്. ആ ഭരണഘടന അവഗാഠമായ പരിചരണങ്ങൾക്കും പരിശോധനകൾക്കും ചർച്ചയ്ക്ക് ശേഷം നമ്മുടെ ഈ മഹാരാജ്യത്തിൻ്റെ ആത്മതേജസ് സംരക്ഷിക്കാൻ, ജനാധിപത്യവും സ്വാതന്ത്ര്യവും മതനിരപേക്ഷതയും പരമാധികാരവും സംരക്ഷിക്കാൻ ആവശ്യമായ ഭരണനിർവഹണ പരിപാടികൾക്ക് അസ്ഥിവാരമിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഭരണഘടന അത് ഈ മഹാരാജ്യത്തിന്റെ അമൂല്യമായ നിധിയാണ്. ആ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക, ആ ഭരണഘടനാ മൂല്യങ്ങളെ പരീക്ഷിക്കുക, അതിൽ പ്രഖ്യാപനം ചെയ്തിട്ടുള്ള ജനാധിപത്യവും സ്വാതന്ത്ര്യവും മതനിരപേക്ഷതയും പരമാധികാരവും ഒക്കെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ ദേശാഭിമാനികളായ ജനങ്ങൾ സചേതനമായി പങ്കെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്.
നൂറ്റാണ്ടുകൾ അടിമത്തത്തിൽ കഴിഞ്ഞ രാജ്യം ഗാന്ധിജിയും നെഹ്റുവും ഉൾപ്പെടെ മഹാരഥന്മാർ നടത്തിയ ഐതിഹാസിക ചെറുത്തുനിൽപ്പിലാണ് സ്വതന്ത്രമായത്. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പരമാധികാര രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് 75 വർഷം തികയുകയാണ്. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നേടിയ സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന് ഒരു ഭരണഘടന ആവശ്യമായി വന്നു. നീണ്ട ചർച്ചകൾക്കും ആലോചനകൾക്കും ശേഷമാണ് രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും പരമാധികാരവും കാത്തുസൂക്ഷിക്കാൻ ഭരണഘടന ഉണ്ടാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. ഭരണഘടന രാജ്യത്തിന്റെ അമൂല്യനിധിയാണ്. അതിൽ പ്രഖ്യാപനം ചെയ്തിട്ടുള്ള ജനാധിപത്യവും സ്വാതന്ത്ര്യവും മതനിരപേക്ഷതയും കാത്തുസൂക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ ദേശാഭിമാനികളായ ജനങ്ങൾ പങ്കെടുക്കേണ്ട കാലഘട്ടമാണിതെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. പോലീസ്, എക്സൈസ് തുടങ്ങി വിവിധ സേനകളുടെയും SPC, NCC, സ്കൗട്ട് വിഭാഗങ്ങളുടെയും പരേഡ് നടന്നു. ജില്ലാ കളക്ടർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പരിപാടികൾക്ക് സാക്ഷ്യം വഹിച്ചു. യുദ്ധസ്മാരകത്തിൽ മന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു. പരേഡിൽ 24 പ്ലാറ്റൂണുകൾ അണിനിരന്നു. വിവിധ വകുപ്പുകളുടെ പ്ലോട്ടുകളും പരേഡിന്റെ ആകർഷണമായി. പോലീസ് 4, എക്സൈസ് 1, ഫോറസ്റ്റ് 1, NCC 4, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് 6, SPC 4, ജൂനിയർ റെഡ് ക്രോസ് 4 എന്നിങ്ങനെയാണ് പരേഡിൽ പ്ലാറ്റൂണുകൾ അണിനിരുന്നത്. പരേഡിൽ അണിനിരുന്ന മികച്ച പ്ലാറ്റൂണുകൾക്ക് പുരസ്കാരങ്ങൾ മന്ത്രി വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ്, ജില്ലാ പോലീസ് മേധാവി അനൂജ് പാലിവാൽ എന്നിവരും പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുരേഷ് ബാബു ഇളയാവൂർ, DSC കണ്ണൂർ കമാൻഡന്റ് പരംവീർ നാഗ്ര, കണ്ണൂർ ADM C. പത്മേന്ദ്രക്കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുജനങ്ങളുടെ വിപുലമായ പങ്കാളിത്തമുണ്ടായി. പരേഡിൽ സേനാവിഭാഗങ്ങളിൽ 1ാം സ്ഥാനം KAP 4ാം ബറ്റാലിയൻ മാങ്ങാട്ടുപറമ്പിലാണ്. മികച്ച NCC സീനിയർ ഡിവിഷനുള്ള സമ്മാനം ഗവൺമെൻറ് പോളിടെക്നിക് തോട്ടട നേടി. ഗവൺമെൻറ് HSS മൊറാഴക്കാണ് മികച്ച സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പ്ലാറ്റൂണിനുള്ള പുരസ്കാരം. സ്കൗട്ട്സ് പ്ലാറ്റൂണുകളിൽ കടമ്പൂർ HSSഉം ഗൈഡ്സ് വിഭാഗത്തിലെ പ്ലാറ്റൂണുകളിൽ കാടാച്ചിറ HSSഉം ഒന്നാമതെത്തി. ജൂനിയർ റെഡ് ക്രോസ് ആൺകുട്ടികളുടെ വിഭാഗത്തിനും കാടാച്ചിറ HSSന് തന്നെയാണ് 1ാം സ്ഥാനം. സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ HSS ഭരണശ്ശേരി ജൂനിയർ റെഡ് ക്രോസ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒന്നാമതെത്തി. മികച്ച NCC ട്രൂപ്പിനുള്ള ജില്ലാ കളക്ടറുടെ ട്രോഫി തോട്ടട ഗവൺമെൻറ് പോളിടെക്നിക് സീനിയർ ഡിവിഷൻ നേടി. എക്സൈസ്, മോട്ടോർ വാഹന വകുപ്പ്, ആരോഗ്യവകുപ്പ്, ശുചിത്വ മിഷൻ, വ്യാവസായിക വകുപ്പ്, കുടുംബശ്രീ തുടങ്ങിയവയുടെ പ്ലോട്ടുകൾ ആകർഷകമായി. ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി എത്തിയ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലോട്ട് 1ാം സ്ഥാനം നേടി. ട്രാഫിക് നിയമ അവബോധം നൽകിയ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനാണ് 2ാം സ്ഥാനം. സ്വാതന്ത്ര്യ സമര സേനാനികളെ അണിനിരത്തിയ തളാപ്പ് മിക്സ്ഡ് UP സ്കൂളിന്റെ പ്ലോട്ടിന് 3ാം സ്ഥാനവും ലഭിച്ചു. DSC കണ്ണൂർ, ആർമി പബ്ലിക് സ്കൂൾ, സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ, പഴശ്ശിരാജ മെമ്മോറിയൽ ബേഡ്സ് സ്കൂൾ മട്ടന്നൂർ എന്നിവരുടെ ബാൻഡും ഉണ്ടായിരുന്നു. ബേഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളെ നിറഞ്ഞ കയ്യടിയോടെയും സ്നേഹത്തോടെയുമാണ് കാണികൾ വരവേറ്റത്. തുടർന്ന് ദേശഭക്തി ഗാനം, ബാൻഡ് മേളം, റോൾ പ്ലേ തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.